ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC 2023 ജാനുവരി 7 നടത്തിയ ഓട്ടോ ഇലക്ട്രിക് ആൻഡ് മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് ജൂനിയർ ഇൻസ്ട്രക്ടർ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 002/23. 2023 രണ്ടാമത്തെ എക്സാം ആയിരുന്നു, OMR എക്സാം ആയിരുന്നു. മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ജൂനിയർ ഇൻസ്ട്രക്ടർ ITI ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടത്തിയ ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റിലേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പേര് തന്നെയുണ്ട്, മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഓട്ടോമൊബൈൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഓട്ടോമൊബൈൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് എന്തിലുള്ളൂ, ഇലക്ട്രിക്കലുള്ളൂ. ഇലക്ട്രിക്കലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രിക്കലിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് PSCയുടെ ആദ്യം 2023 വർഷത്തിലെ പെൻഡിങ് നമ്മൾ ചെയ്യാത്ത വീഡിയോസ് എല്ലാം ചെയ്യുകയാണ്. തുടക്കത്തിൽ നിന്നും തുടങ്ങുകയാണ്, എവിടെയാണ് ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറാണോ നമ്മൾ മിസ്സിംഗ് ആയത്, ആ മിസ്സിംഗ് ആയ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യനിലേക്ക് ഞാൻ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ് പറയുന്നത്, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ സ്കിപ്പ് ചെയ്യുകയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ടൈപ്പ് ഓഫ് ഫയർ എക്സ്റ്റിങ്വിഷർ ഈസ് യൂസ്ഡ് ഫോർ ഫയർ ഡ്യൂ ടു ലിക്വിഡ്സ്? ഇത് നമ്മുടെ സേഫ്റ്റി ആയി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. വിച്ച് ടൈപ്പ് ഓഫ് ഫയർ എക്സ്റ്റിങ്വിഷർ ഈസ് യൂസ്ഡ് ഫോർ ഫയർ ഡ്യൂ ടു ലിക്വിഡ്സ്? നമുക്ക് 4 ടൈപ്പ് ഫയർ ഉണ്ട്. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി ആൻഡ് ക്ലാസ് ഡി. ഇതാണ് 4 നമ്മുടെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. ക്ലാസ് എ എന്ന് പറയുന്നത് സോളിഡ് ഫയർ ആണ്. ക്ലാസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെയിമബിൾ ലിക്വിഡ് അല്ലെങ്കിൽ ലിക്വിഫയബിൾ സോളിഡ്. ഫ്ലെയിമബിൾ ലിക്വിഡ് അല്ലെങ്കിൽ ലിക്വിഫയബിൾ സോളിഡ് ആണ് ക്ലാസ് ബി ഫയർ എന്ന് പറയുന്നത്. ക്ലാസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഫയബിൾ ഗ്യാസ് ടൈപ്പിൽ വരുന്ന ഫയറാണ് ക്ലാസ് സി ഫയർ എന്ന് പറയുന്നത്. ക്ലാസ് ഡി ഫയർ എന്ന് പറയുന്നത് മെറ്റൽ ഫയർ അല്ലെങ്കിൽ നമ്മളുടെ ഇലക്ട്രിക്കൽ ഫയറിനെയാണ് നമ്മൾ ക്ലാസ് ഡി ഫയർ എന്ന് പറയുന്നത്. മെറ്റൽ ഫയർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസ് ഡി എന്ന് പറയുന്നത്. ഇങ്ങനെ 4 ടൈപ്പ് ഫയറാണ് നമുക്ക് എന്തിലുള്ളത്, ഒരു സേഫ്റ്റി സൈഡിൽ നമുക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഫയറിനെ നമ്മൾ 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചത് ഫയർ ഡ്യൂ ടു ലിക്വിഡ്സ് ആണ്. ലിക്വിഡ്സ് ആയിട്ട് വരുന്ന ഫയർ എന്ന് പറയുന്നത് ക്ലാസ് ബിയിൽ വരുന്നതാണ്. ഫ്ലെയിമബിൾ ലിക്വിഡ് അല്ലെങ്കിൽ ലിക്വിഫയബിൾ സോളിഡ് ആയിട്ട് വരുന്നത് ക്ലാസ് ബിയിലാണ്. Then question number 4. Which among the following device can be used to spot short circuit in an armature? ഒരു ആർമേച്ചറിൻ്റെ ഷോർട്ട് സർക്യൂട്ട് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഒരു സർക്യൂട്ടിലെ വോൾട്ടേജ് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. അമ്മീറ്റർ എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിലെ കറണ്ട് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. മൾട്ടിമീറ്റർ എന്ന് പറയുന്നത് മൾട്ടി പർപ്പസ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതിന് വോൾട്ടേജ് മെഷർ ചെയ്യാൻ പറ്റും, റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ പല എക്യുപ്മെൻറ്റ്സും ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ടെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഡിവൈസാണ് മൾട്ടിമീറ്റർ. ഗ്രൗളർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിനകത്ത് അല്ലെങ്കിൽ ഒരു മോട്ടറിനകത്തുള്ള ഷോർട്ട് സർക്യൂട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഗ്രൗളർ. അപ്പോൾ ഗ്രൗളറിൻ്റെ പർപ്പസാണ് ഷോർട്ട് സർക്യൂട്ട് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആർമേച്ചറിൽ ഷോർട്ട് സർക്യൂട്ട് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഗ്രൗളർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. വിച്ച് ടൈപ്പ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ഐറ്റം ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊട്ടക്റ്റ് ഐസ്? കണ്ണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊട്ടക്റ്റീവ് എലമെൻ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. നമുക്ക് 8 ടൈപ്പ് PPEs ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഓരോ ഓപ്ഷൻ നോക്കുക. ക്യാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ് പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന PPE ആണ്, അല്ലെങ്കിൽ PPE 1 കാറ്റഗറിയിൽ വരുന്നതാണ് ക്യാപ്പ് എന്ന് പറയുന്നത്. PPE 4 കാറ്റഗറിയിൽ വരുന്ന ആളാണ് ഗൂഗ്ലസ്, അല്ലെങ്കിൽ ഐ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ഐ പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഏതാണ്? ഗൂഗ്ലസ് നമ്മൾ ഐ പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത് PPE 5 ആണ്. ഗ്ലൗസ് എന്ന് പറയുന്നത് ഹാൻഡ് പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് PPE 4 കാറ്റഗറിയിൽ വരുന്ന ഒരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എലമെൻ്റ് ആണ്. മാസ്ക് എന്ന് പറയുന്നത് റെസ്പിറേറ്ററി പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മാസ്ക് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് PPE 3. ഇതിനകത്ത് നമ്മളോട് ചോദിച്ചത് കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണെന്നാണ്. കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഗൂഗ്ലസ് ആണ്, ദാറ്റ് ഈസ്
PP5 കാറ്റഗറി ഓപ്ഷൻ ബി. ഇനി ക്വസ്റ്റ്യൻസ് എല്ലാം പോകുന്നത് മെക്കാനിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 55. ബാക്കിയെല്ലാം ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 55. വാട്ട് ഈസ് ദ ബേസിക് ഫ്യൂൽ ഫോർ എ ഫ്യൂൽ സെൽ? ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമ്മുടെ ഇലക്ട്രിക്കൽ ടൈപ്പിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചത് സെൽസിനെ ബേസ് ചെയ്തിട്ടാണ്. സെല്ലിനെ ബേസ് ചെയ്ത് ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോ ഇലക്ട്രിക്കലായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ട്രിക്കൽ പാർട്ട് എന്ന് പറയുന്നത് ഒന്ന് ആർമേച്ചറും ഒന്ന് ആൾട്ടർനേറ്ററും രണ്ടാമത്തത് സെല്ലുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ ഞാൻ എന്തിനാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ കാണാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് ഹയർ ലെവലിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ടൊരു ടോപ്പിക്കിലേക്ക് പോവുകയാണെങ്കിൽ ആ ടോപ്പിക്കിൽ നിന്ന് വരുമ്പോൾ സെൽസിൽ നിന്നും കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് ഈ സബ്ജക്റ്റ് ഈ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇലക്ട്രിക്കൽ ഉള്ളത് എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. 55. വാട്ട് ഈസ് എ ബേസിക് ഫ്യൂൽ ഫോർ എ ഫ്യൂൽ സെൽ? ഫ്യൂൽ സെൽ എന്ന് പറയുന്നത് കെമിക്കൽ എനർജിയെ, സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ആളിന് പറയുന്ന പേരാണ് ഫ്യൂൽ സെല്ലെന്ന് പറയുന്നത്. ഈ ഫ്യൂൽ സെൽ എന്ന് പറയുന്നത് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കുകയാണ് ത്രൂ റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷനിൽ കൂടെ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന സെല്ലിനെ പറയുന്ന പേരാണ് ഫ്യൂൽ സെല്ല്. ഫ്യൂൽ സെല്ലിൻ്റെ ഫ്യൂൽ എന്ന് പറയുന്നത് റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് പറഞ്ഞു. ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ അവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഫ്യൂൽ എന്ന് പറയുന്നത് ആരായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. ഹൈഡ്രജനാണ് ഫ്യൂൽ സെല്ലിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫ്യൂൽ എന്ന് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 56. എ 30 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് അക്രോസ് 400 വോൾട്ട് സപ്ലൈ. If the reactance of the capacitor is 100 ohm, value of the current is. ഇപ്പോൾ ഇതിനകത്ത് 30 മൈക്രോഫാരഡ് ഉള്ള ഒരു കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ 30 മൈക്രോഫാരഡ് ആണ്. അത് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ദാറ്റ് ഈസ് 400 വോൾട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. അതിൻ്റെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് 100 ohms ആണ്. അങ്ങനെയാണെങ്കിൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്നാണ്. കറണ്ട് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ്. ഒരു കപ്പാസിറ്റൻസ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അപ്പോൾ എനിക്ക് ഇക്വേഷൻ എന്ത് എഴുതാം? I is equal to V/XC എന്ന് എഴുതാം. രണ്ടിൻ്റെയും വാല്യൂ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. വോൾട്ടേജിൻ്റെ വാല്യൂ 400, XCയുടെ വാല്യൂ 100. ഡിവൈഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 4 ആംപിയർ. അതാണ് കറക്റ്റ് ആൻസർ. ഇപ്പോൾ ഇതിനകത്ത് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് പ്രോബ്ലത്തിൽ ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ, വിത്ത് ദ ഗിവൺ ഡീറ്റെയിൽസ് ഓഫ് ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ മാച്ച് ദ ഫോളോയിങ്. ഇത് പുതിയ പാറ്റേണിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ്ങും അതേപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനും അതും ഇതിനകത്ത് ഒരുപാടുണ്ട് കേട്ടോ. ജോയിനിങ് പി ടൈപ്പ് ജെർമേനിയം ടു NP ജംഗ്ഷൻ. ഒരു NP ജംഗ്ഷനിലേക്ക് നമ്മളൊരു പി ടൈപ്പ് സെമി കണ്ടക്ടറിനും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? ഒരു PNP ട്രാൻസിസ്റ്ററായിട്ട് മാറും. അപ്പോൾ ഇതിനകത്ത് ജോയിനിങ് പി ടൈപ്പ് ജെർമേനിയം ടു NP ജംഗ്ഷൻ മീൻസ് ഇറ്റ് വിൽ ബിക്കം എ PNP ട്രാൻസിസ്റ്റർ. ദ നെക്സ്റ്റ് വൺ, ജോയിനിങ് N ടൈപ്പ് സെമി കണ്ടക്ടർ എ PN ജംഗ്ഷൻ. ഒരു PN ജംഗ്ഷനകത്തേക്ക് ഒരു N ടൈപ്പ് സെമി കണ്ടക്ടറാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്തായിട്ട് മാറും? അതൊരു NPN ട്രാൻസിസ്റ്ററായിട്ട് മാറും. അത് NPN ടൈപ്പ് ട്രാൻസിസ്റ്ററായി മാറും. ദ ചാർജ് കാരിയേഴ്സ് ഓഫ് PNP ട്രാൻസിസ്റ്റർ. PNP ട്രാൻസിസ്റ്ററിൻ്റെ ചാർജ് കാരിയർ എന്ന് പറയുന്നത് ഹോൾസ് ആണ്. NPN ട്രാൻസിസ്റ്ററിൻ്റെ ചാർജ് കാരിയർ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. ഇങ്ങനെയാണ് മാച്ച് ദ ഫോളോയിങ് വരിക. അതായത് ഒന്നാമത്തത് മാച്ച് ആവുന്നത് സിയിലേക്കാണ്, രണ്ടാമത്തത് മാച്ച് ആവുന്നത് ഡിയിലേക്കാണ്, മൂന്നാമത്തത് മാച്ച് ആവുന്നത് ബിയിലേക്കാണ്, നാലാമത്തത് മാച്ച് ആവുന്നത് എയിലേക്കാണ്. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. PNP ട്രാൻസിസ്റ്ററിൻ്റെ ഇത് ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മാച്ച് ദ ഫോളോയിങ് ആണ്, വേറെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. PNP ട്രാൻസിസ്റ്ററിൻ്റെ ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്. NPN ട്രാൻസിസ്റ്ററിൻ്റെ ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണെന്ന് ഓർത്തിരിക്കുക. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 58. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ? ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ട്രാൻസിസ്റ്റർ ഫാമിലിയിലുള്ളൊരു കമ്പോണൻ്റ് ആണ്. ഇതിൻ്റെ BJTയിൽ നിന്നുള്ളതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്. എന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. FET എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആണ്. ഈ വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും.
വെരി ഹൈ. ഇതിൻ്റെ ഇൻപുട്ട് ഇംപെഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും ഒരു FETയുടെ കേസിൽ. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ FETയിലെ മെയിൻ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഹോൾസ് ആയിരിക്കും അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ആയിരിക്കും. നമ്മൾ ട്രാൻസിസ്റ്റേഴ്സിലെ കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള റീസൺസ് ഹോൾസും ഇലക്ട്രോൺസും കൂടെയാണ് BJTയിൽ. പക്ഷേ FETയിൽ എയ്തർ ഓഫ് ഹോൾസ് ഓർ ഇലക്ട്രോണിക്സ് എന്നാണ്. ഒന്നെങ്കിൽ ഹോൾസ് ആയിരിക്കും അതിനകത്തുള്ള ചാർജ് കാരിയേഴ്സ്, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ആയിരിക്കും. രണ്ടുപേരും കൂടെ ഒരുമിച്ച് കറണ്ട് ഫ്ലോയിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഇൻവോൾവ് ചെയ്യില്ല എന്നുള്ളതാണ് ട്രാൻസിസ്റ്ററിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ ഒരു പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് യൂണിപോളാർ ഡിവൈസ്. അതുകൊണ്ട് തന്നെ ട്രാൻസിസ്റ്റർ എന്താണ്, ഒരു FET എന്താണ്, ട്രാൻസിസ്റ്റർ അല്ല, FET എന്ന് പറയുന്നത് യൂണിപോളാർ ആണ്. അതേപോലെ തന്നെ മൂന്നാമത്തെ ഇതിൻ്റെ എന്താ പറയുക ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ലോ നോയ്സ് ഔട്ട്പുട്ടാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് നോയ്സ് വളരെ കുറവാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പറേഷൻ ലീനിയർ ഓപ്പറേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ലീനിയർ ഓപ്പറേഷനാണ്. ബെറ്റർ ലീനിയറിറ്റി ഇതിനുണ്ട്. അതേപോലെ തന്നെ ഇതിന് ബെറ്റർ സ്റ്റെബിലിറ്റി, തെർമൽ സ്റ്റെബിലിറ്റിയാണ് നോർമലി പറയാം ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ. തെർമൽ സ്റ്റെബിലിറ്റി വളരെ ബെസ്റ്റാണ്. ഈ 5 പ്രോപ്പർട്ടിയാണ് നമ്മൾ ട്രാൻസിസ്റ്ററിൽ നിന്നും FET അല്ലെങ്കിൽ BJTയിൽ നിന്നും FETക്കുള്ള സ്പെഷ്യാലിറ്റീസ്. ഒന്ന് പറഞ്ഞ് വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആണ് ഒരു FET എന്ന് പറയുന്നത്. FET ഈസ് എ വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ്. FETയുടെ വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. അത് ഇതിൻ്റെ ട്രാൻസിസ്റ്ററിൽ FETക്കകത്ത് ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഹോൾസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ യൂണിപോളാർ ഡിവൈസ് എന്ന് പറയും. അതിൻ്റെ ഔട്ട്പുട്ട് നോയ്സ് വളരെ കുറവാണ്. അതിൻ്റെ ഓപ്പറേഷൻ വളരെ ലീനിയർ ആണ്. അതേപോലെ തന്നെ അതിന് തെർമൽ സ്റ്റെബിലിറ്റി മറ്റതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതലാണ്. തെർമൽ സ്റ്റെബിലിറ്റി സ്റ്റേബിളാണ്, അല്ലെങ്കിൽ നല്ല തെർമൽ സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് പറയാം. പിന്നെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നോക്കാം. ഒന്ന്, FET ഈസ് എ യൂണിപോളാർ. ഞാൻ പറഞ്ഞു FET യൂണിപോളാർ ആണ് ബിക്കോസ് എയ്തർ ഹോൾസ് ഓർ ഇലക്ട്രോൺസ് ആർ ചാർജ് കാരിയേഴ്സ്. ദെൻ FET ഈസ് നോട്ട് എ മെജോറിറ്റി കാരിയർ ഡിവൈസ്. FET ഒരു മെജോറിറ്റി കാരിയർ ഡിവൈസ് അല്ല, അത് തെറ്റാണ്. നമുക്ക് ഒന്നുകിൽ ഹോൾസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് എന്തായിരിക്കും ഒരു മെജോറിറ്റി കാരിയർ ആയിരിക്കും. FET ഹാവിങ് ഹൈ ഇംപിഡൻസ് ആൻഡ് ബെറ്റർ തെർമൽ സ്റ്റെബിലിറ്റി. ഇത് രണ്ടും നമ്മൾ പറഞ്ഞതാണ്. വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആയതുകൊണ്ട് ഇതിന് ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആയിരിക്കും. അതേപോലെ തന്നെ തെർമൽ സ്റ്റെബിലിറ്റി കുറച്ച് കൂടുതലായിരിക്കും. തെർമൽ സ്റ്റെബിലിറ്റി കുറച്ച് കൂടുതലാണ്, അല്ലെങ്കിൽ സ്റ്റേബിളാണ്. തെർമൽ സ്റ്റെബിലിറ്റി, ബെറ്റർ തെർമൽ സ്റ്റെബിലിറ്റി ഉണ്ട്. ദെൻ FET ഹാവിങ് ലോ ഇംപിഡൻസ്, ഇതിന് പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ആണിത്. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റ് വാലിഡ് ആവില്ല. നമുക്ക് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് വാലിഡ് ആയത് 1ഉം 3ഉം സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് എന്തായത് വാലിഡ് ആയിട്ടുള്ളത്. റെഡി. Then 3 capacitors having the capacitance 2 microfarad, 4 microfarad, 4 microfarad. The total capacitance when they are connected in parallel and in series. 3 കപ്പാസിറ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്തുള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് ചോദിച്ചത്. 3 കപ്പാസിറ്റൻസ് നമ്മൾ പാരലൽ ആയിട്ടാണ് കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നതെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു C1 + C2 + C3. അപ്പോൾ നമ്മൾ C is equal to 2 + 4 + 4, that is equal to 10 microfarad. ഡയറക്റ്റ് അഡീഷൻ ആണ് ഇൻ കേസ് ഓഫ് പാരലൽ, ഓപ്പോസിറ്റ് ടു റെസിസ്റ്റൻസ്. ഇനി സീരീസ് ആവുന്ന കേസിൽ ടോട്ടൽ കപ്പാസിറ്റൻസ് 1/C is equal to 1/C1 + 1/C2 + 1/C3 എന്നാണ്. അപ്പോൾ ഈ കേസിനകത്ത് നമുക്ക് 1/C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 + 1/4 + 1/4. ഇതിൻ്റെ മൂന്നിൻ്റെയും LCM എനിക്ക് 4 കിട്ടും. 2 + 1 + 1, that is equal to 4/4, that is equal to 1 മൈക്രോഫാരഡ് ആണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്തുള്ള കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ. ഇത് മാത്സ് ഞാൻ എന്താ ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്. ഈ 2, 4, 4ൻ്റെ LCM എടുത്ത് ഇവിടെ ഈ 4ലേക്ക് ഈ 2ന് എത്ര പോകാനുണ്ടെന്ന് നോക്കി. 2 + 4ലേക്ക് ഇനി 4 എത്ര പോകാനുണ്ട്? 1. 4ലേക്ക് 4 എത്ര പോകാനുണ്ട്? 1. ത്രൂ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അഡീഷൻ അല്ല. സോ 2 + 1 + 1 4 എന്ന് വരും, ഡിവൈഡഡ് ബൈ 4. 4/4 1 ആണ്. ഇത് വാല്യൂ എന്ന് പറയുന്നത് 1/Cയുടെ വാല്യൂ ആണ് നമുക്ക് എന്ത് കിട്ടിയത്? 1 കിട്ടിയത്. അപ്പോൾ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സ് എടുക്കണം 1/1. 1/1 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അപ്പോൾ ആൻസർ ഈസ് 10 മൈക്രോഫാരഡ് ആൻഡ് 1 മൈക്രോഫാരഡ്. ഓപ്ഷൻ B ഈസ് ദ കറക്റ്റ് ആൻസർ. Then question number 6. Zener diodes are available for voltage output control purpose with Zener voltage range from. Zener diode എന്ന് പറയുന്നത് ഡയോഡിലെ ഒരു സ്പെഷ്യൽ കാറ്റഗറി ഡയോഡാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വോൾട്ടേജ് സ്റ്റെബിലൈസറാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട അപ്ലിക്കേഷൻ. ഈ വോൾട്ടേജ് സ്റ്റെബിലൈസറായിട്ട് യൂസ് ചെയ്യുന്ന Zener ഡയോഡ് നമുക്ക് നോർമലി അവൈലബിൾ ആയിട്ടുള്ളത് 2 to 100 വോൾട്ടാണ്, 3 to 100 വോൾട്ടാണ്. ഈ ക്വസ്റ്റിനകത്തുള്ള ഓപ്ഷൻ്റെ
നിയറസ്റ്റ് വാല്യൂ ആണ് ഞാൻ പറഞ്ഞത് 3 to 100 വോൾട്ട്. നോർമലി 2 to 200 വോൾട്ട് വരെ സെനർ ഡയോഡ് ഇൻ മാർക്കറ്റ് അവൈലബിൾ ആണ്. പക്ഷേ ഇതിനകത്ത് എല്ലാ ഓപ്ഷൻസും 1 വോൾട്ട് 2 വോൾട്ടിൽ താഴെ സെനർ ഡയോഡ് ഇപ്പോൾ അവൈലബിൾ അല്ല. 2 വോൾട്ടാണ് മിനിമം, 2 to 300 ആണ്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷനിൽ ഏറ്റവും അപ്രോക്സിമേറ്റ് ആയിട്ട് വരുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് 3 to 100 ആണ്. ചില ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ വേറെ ചില ക്വസ്റ്റ്യൻ പേപ്പറിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ 2 to 200 അല്ലെങ്കിൽ ഈ റേഞ്ചിലുള്ള മറ്റു പല ആൻസേഴ്സും നിങ്ങൾ കണ്ടേക്കാം. അപ്പോൾ 2 to 200 വോൾട്ടാണ് നോർമലി സെനർ ഡയോഡ് ഇൻ പ്രാക്ടിക്കൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് 3 to 100 ആണ്. ദെൻ ദ ആപ്ലിക്കേഷൻ ഓഫ് ഫോട്ടോ ട്രാൻസിസ്റ്റർ ഇൻക്ലൂഡ്സ്. ഫോട്ടോ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ട്, ഫോട്ടോ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് കറണ്ടിനെ ആംപ്ലിഫൈ ചെയ്യുന്ന ട്രാൻസിസ്റ്ററിനെ പറയുന്ന പേരാണ് ഫോട്ടോ ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്റർ നോർമലി നമ്മൾ ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ഫോട്ടോ ട്രാൻസിസ്റ്റർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് ലൈറ്റ് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് കറണ്ടിനെ ആംപ്ലിഫൈ ചെയ്യുന്ന ഡിവൈസിനെ അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിനെ പറയുന്ന പേരാണ് ഫോട്ടോ ട്രാൻസിസ്റ്റേഴ്സ്. അപ്പോൾ ഈ ഫോട്ടോ ട്രാൻസിസ്റ്ററിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒന്ന് ഫോട്ടോ ഇലക്ട്രിക്. ഇതിനകത്തുള്ള 2 ഓപ്ഷൻസ് ഇതാണ് ഫോട്ടോ ട്രാൻസിസ്റ്റർ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഫോട്ടോ ട്രാൻസിസ്റ്ററിന് എവിടെയൊക്കെ നമുക്ക് ലൈറ്റ് ഡിറ്റക്റ്റ് ചെയ്ത് അതിനെ കറണ്ട് ആംപ്ലിഫൈ ചെയ്യണോ അതൊക്കെ നമുക്ക് ഫോട്ടോ ട്രാൻസിസ്റ്ററിൻ്റെ ആപ്ലിക്കേഷനായിട്ട് പറയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതൊരു ഓട്ടോമൊബൈൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഓട്ടോമൊബൈലിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ലൈറ്റുമായി ബേസ് ചെയ്ത് വരുന്നത് ഒന്നാമത്തത് ഹെഡ്ലൈറ്റാണ്. അപ്പോൾ ഇപ്പോൾ അഡ്വാൻസ് ആയിട്ടുള്ള വണ്ടികളൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിൻ്റെ ഓട്ടോമാറ്റിക് കൺട്രോള്, അതേപോലെ തന്നെ പാർക്കിംഗ് മോഡിൽ, അങ്ങനെ പലതരം ലൈറ്റിൽ ഒരുപാട് മോഡിഫിക്കേഷൻസ് ഒക്കെ ഇപ്പോൾ നമ്മുടെ പ്രസൻ്റ്ലി ആയിട്ടുള്ള ഓട്ടോമൊബൈൽസ് കാണുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നത് ഫോട്ടോ ട്രാൻസിസ്റ്റേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ പാർക്കിംഗ് ആൻഡ് ഹെഡ്ലൈറ്റ് കൺട്രോൾ ലൈറ്റ് കൺട്രോളായിട്ട് വരുന്ന ഏതൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ടോ അവിടെയൊക്കെ ഫോട്ടോ ട്രാൻസിസ്റ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലൈറ്റിനെ വെച്ചിട്ട് നമുക്ക് ആംപ്ലിഫിക്കേഷൻ വേണ്ട സിറ്റുവേഷൻസിൽ. അപ്പോൾ ഇതിനകത്ത് ഒന്നാമത്തെ ഓപ്ഷനും മൂന്നാമത്തെ ഓപ്ഷനാണ് ഫോട്ടോ ഇലക്ട്രിക് കൗണ്ടിങ് ആൻഡ് സ്പീഡ് ഇൻഡിക്കേഷൻ. വിച്ച് മീൻസ് ലൈറ്റ് വെച്ചിട്ട് സ്പീഡ് ഇൻഡിക്കേഷൻ. ഓട്ടോമോട്ടീവ് പാർക്കിംഗ് ആൻഡ് ഹെഡ്ലൈറ്റ് കൺട്രോൾ മീൻസ് ആസ് പെർ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദി ലൈറ്റ് നമുക്ക് ഹെഡ്ലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ 1 and 3 ആണ്, ഡി ആണ് കറക്റ്റ് ആൻസർ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യുന്ന സമയത്ത്, ഓപ്ഷൻ മാർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇവിടെ 1 2 3 4 എന്നതിന് പകരം ചിലപ്പോൾ ABCD എന്നും തന്നേക്കാം നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഇവിടെയുള്ള ABCDയും ഇവിടെയുള്ള ഓപ്ഷൻസും തമ്മിൽ മാറിപ്പോകരുത്. നോർമലി അങ്ങനെ ഇപ്പോൾ PSC അത്ര ഇങ്ങനെ കൊടുത്തിട്ടില്ല. കാരണം ഒന്നെങ്കിൽ 1 2 3 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാറ്, ABCD എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടിട്ടില്ല. പക്ഷേ RRB SSC പോലെയുള്ള എക്സാമുകൾക്കൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ടാവും. Then question number 62. According to Fleming's right hand rule, the direction of EMF is represented by. Fleming's right hand rule എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ജനറേറ്ററിൻ്റെ EMF ജനറേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന റൂളാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള് പ്രകാരം നമ്മൾ 3 ഫിംഗർ, തമ്പ്, ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗർ, നമ്മളെ വലത്തെ കൈയുടെ 3 ഫിംഗർ 90 ഡിഗ്രി ആംഗിളിൽ അലൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇഫ് തമ്പ് ഇൻഡിക്കേഷൻ മോഷൻ, തമ്പ് മോഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുകയും ഫസ്റ്റ് ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് തമ്പ് മോഷൻ്റെ ഡയറക്ഷനും ഫസ്റ്റ് ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഇൻഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് ഫിംഗർ ആരെ ഇൻഡിക്കേറ്റ് ചെയ്യും? EMFനെ ഇൻഡിക്കേറ്റ് ചെയ്യും. ഇതാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ദ ഡയറക്ഷൻ ഓഫ് EMF ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ സെക്കൻഡ് ഫിംഗർ അല്ലെങ്കിൽ മിഡിൽ ഫിംഗർ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓപ്ഷൻ നോക്കാം. ഫസ്റ്റ് ഫിംഗർ അല്ല, ഫസ്റ്റ് ഫിംഗർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെയാണ്. തമ്പ് ഓഫ് ദി റൈറ്റ് ഹാൻഡ്, തമ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മോഷനെയാണ്. സെക്കൻഡ് ഫിംഗർ ഹെൽഡ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ബോത്ത് ദ തമ്പ് ആൻഡ് ഫസ്റ്റ് ഫിംഗർ. അതാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. തമ്പിനും ഫസ്റ്റ് ഫിംഗറിനും റൈറ്റ് ആംഗിൾഡ് ആയിരിക്കണം നമ്മുടെ സെക്കൻഡ് ഫിംഗർ എന്ന് പറയുന്നത്. അതായത് 3 ഫിംഗറും 90 ഡിഗ്രി ആംഗിൾ തന്നെ ആയിരിക്കണം. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. 4ാമത്തെ ഓപ്ഷൻ നോക്കുക. സെക്കൻഡ് ഫിംഗർ ഹെൽഡ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ടു ബോത്ത് തമ്പ് ആൻഡ് ഫസ്റ്റ് ഫിംഗർ. ഇൻക്ലൈൻഡ് എന്താണ് പറഞ്ഞത്? ഇവിടെ റൈറ്റ് ആംഗിൾഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ റൈറ്റ് ആംഗിൾ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത്. വിച്ച് മീൻ ദ ക്വസ്റ്റ്യൻ ഈസ് ഗോയിങ് ടു ബി സംതിങ് സ്പെസിഫിക്. അങ്ങനെ പോകുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യണം? മനസ്സിലാക്കാൻ പറ്റും. Question number 63. A conductor carries a current of 1000 ampere at right angles to the magnetic field having a density 2T. The force on the conductor with 2 meter length. ഇതിനകത്ത് തന്നിരിക്കുന്നത്
2 ടെസ്ല ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു 1000 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്ന കണ്ടക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, റൈറ്റ് ആംഗിളിൽ നിൽക്കുന്നുണ്ട്. കണ്ടക്ടറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ഫോഴ്സിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളതാണ്. അതിന് ഡയറക്റ്റ് ഇക്വേഷനാണ് F = BIL sin θ. F = BIL sin θ. ആംഗിളും ഇവിടെ തന്നിട്ടുണ്ട്. θ = 90 ഡിഗ്രി. സോ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു കറണ്ട് എന്ന് പറയുന്നത് 1000 ആംപിയർ ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നത് 2 ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 90. സൈൻ 90 ഈസ് ഈക്വൽ ടു 1. സോ സൈൻ 90 ഈസ് ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് 2 ഇൻറ്റു 1000 ഇൻറ്റു 2, ദാറ്റ് മീൻസ് 4000 ന്യൂട്ടൺ. 4000 ന്യൂട്ടൺ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 64 ഇതാണ്, ഇഗ്നിഷൻ കോയിലാണ് റിഗാർഡിംഗ് ടു ഓട്ടോമൊബൈൽ. 65 ഇനി നമ്മൾ സെല്ലിലേക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണ്. 65 ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ സൾഫ്യൂരിക് ആസിഡ് of a lead acid battery at 100% charge, 50% charge and 0% charge are. ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. ആ ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ചാർജിനനുസരിച്ച് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഹൈഗ്രോമീറ്റർ വെച്ച് മെഷർ ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഓരോ സമയത്തുള്ള ചാർജിൻ്റെ പെർസെൻറ്റേജിനനുസരിച്ച് ആ ലെഡ് ആസിഡ് ബാറ്ററിയുടെ സ്പെസിഫിക് ഇലക്ട്രോലൈറ്റിൻ്റെ അതായത് സൾഫ്യൂരിക് ആസിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണ്, മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ പെർസെൻറ്റേജിലും നോക്കാം. 100% ആവുന്ന സമയത്ത് നോർമലി സൾഫ്യൂരിക് ആസിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.28 ആണ്. അത് 75 ഡിഗ്രിയിലേക്ക് വരുമ്പോൾ 75% ആവുന്ന സമയത്ത് 1.24 ആവും. 50% ആവുന്ന സമയത്ത് 1.20 ആവും. 25% ആകുമ്പോൾ 1.16 ആവും. 0% ആകുമ്പോൾ 1.12 ആവും. ഇങ്ങനെയാണ് ഓരോ പെർസെൻറ്റേജിലുള്ള സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ. 100% ആകുമ്പോൾ 1.28, 75% ആകുമ്പോൾ 1.24, 50% ആകുമ്പോൾ 1.20, 25% ആകുമ്പോൾ 1.16, 0% ആകുമ്പോൾ 1.12. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 100% ചാർജിൽ എത്രയാണ്? 1.28. ഫസ്റ്റ് ഓപ്ഷൻ 1.28, ഇത് 1.68. ഈ ഓപ്ഷൻ ഞാൻ ഡിലീറ്റ് ചെയ്തു. നെക്സ്റ്റ് 50% ചാർജിൽ 60%ൽ 50%, 50%ൽ 1.20 ആണ്. 1.20 വരുന്ന ഓപ്ഷൻ ഡി ആണ്. മറ്റ് 2 ഓപ്ഷനിലും ഇതല്ല, അത് 2 ഓപ്ഷനും തെറ്റി. മൂന്നാമതൊരു ഓപ്ഷൻ മാത്രമേ നമുക്ക് അതിലിപ്പോൾ ഒരു ഓപ്ഷൻ മാത്രമേ ബാലൻസ് ഉള്ളൂ. ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ ആണ്. എങ്കിലും 0% 1.2 ആണോ വെരിഫൈ ചെയ്യുക. 1.2 ആണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഈ വാല്യൂ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക, ഈ വാല്യൂ ഓർത്തിരിക്കുക. Then 66. Which of the following statement is are correct about fully charged lead acid battery? ഒരു fully charged lead acid battery ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് നോക്കുക. The active material in positive plate is lead peroxide. സൾഫ്യൂരിക് ആസിഡിൻ്റെ പോസിറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് ലെഡ് പെറോക്സൈഡ് ആണ്. ആക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ലെഡ് പെറോക്സൈഡ് ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ ആക്റ്റീവ് മെറ്റീരിയൽ ഇൻ പോസിറ്റീവ് പ്ലേറ്റ് സ്പോഞ്ചി ലെഡ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇത് ലെഡ് പെറോക്സൈഡ് ആണ് പോസിറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത്. നെഗറ്റീവ് പ്ലേറ്റ് ആണ് ആര്? സ്പോഞ്ചി ലെഡ്. സ്പോഞ്ചി ലെഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് പ്ലേറ്റ് ആണ്. അപ്പോൾ ഈ തെറ്റാണ്. നെക്സ്റ്റ് ദ ആക്റ്റീവ് മെറ്റീരിയൽ ഇൻ നെഗറ്റീവ് പ്ലേറ്റ് ഈസ് സ്പോഞ്ചി ലെഡ്. കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്പോഞ്ചി ലെഡ് ആണ് ഇതിൻ്റെ നെഗറ്റീവ് പ്ലേറ്റ്. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. ദ ആക്റ്റീവ് മെറ്റീരിയൽ ഈസ് നെഗറ്റീവ് പ്ലേറ്റ് ഈസ് ലെഡ് പെറോക്സൈഡ്. ഇത് തെറ്റാണ്. 1 ഉം 3 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. 67. The capacity increase of a lead acid battery with 20-hour rate of discharge than 10-hour rate of discharge is approximately. ഇത് ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ്. ഈ ക്വസ്റ്റ്യന് അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പെർഫെക്റ്റ് ആയിട്ട് ഇതിനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 68. The electrolyte for a lead acid battery is prepared by mixing commercial concentrated sulfuric acid with distilled water approximately in proportion of. നമ്മൾ പറഞ്ഞിരുന്നു ഒരു ലെഡ് ആസിഡ് സെല്ലിൻ്റെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡാണ്. അത് എത്രയാണ് അതിൻ്റെ ഡയല്യൂഷൻ റേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ. നോർമലി പെർസെൻറ്റേജിൻ്റെ റേറ്റിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ 35% സൾഫ്യൂരിക് ആസിഡും 65% വാട്ടറുമാണ് നോർമലി എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡയല്യൂഷൻ റേറ്റ് പറയുന്നത്. 35% സൾഫ്യൂരിക് ആസിഡും 65% വാട്ടറും. അത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് പെർസെൻറ്റേജിലല്ല, എത്ര പാർട്ടിലാണ്, എത്ര പാർട്ടിൽ എത്ര പാർട്ട് വാട്ടർ ഉണ്ട്. അതായത് അങ്ങനെ പറയുമ്പോൾ 3 പാർട്ട് സൾഫ്യൂരിക് ആസിഡിന് 8 പാർട്ട് വാട്ടർ, 3 പാർട്ട് സൾഫ്യൂരിക് ആസിഡിന് 8 പാർട്ട് വാട്ടറാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററിക്ക് ഡയല്യൂഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ
B is the correct answer. Then 69. For trickle charging of lead-acid battery, the amount of charging rate used should be. ട്രിക്കിൾ ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബാറ്ററി ഈസ് ചാർജ്ഡ് അറ്റ് എ വെരി ലോ റേറ്റ് ഫോർ എ ലോങ് പീരീഡ്, ദാറ്റ് ഈസ് 2 to 5% ഓഫ് ദി നോർമൽ റേറ്റ്. 2 to 5% ഓഫ് ദി, അല്ലെങ്കിൽ 2 to 3% ചില ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ കണ്ടിട്ടുണ്ട്. 2 to 5% റേറ്റിൽ ഒരു ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യാണ്. ഇൻ ലോ റേറ്റ് മീൻസ് റേറ്റ് ഓഫ് ചാർജിങ് ഈസ് 2 to 5% ഓഫ് നോർമൽ റേറ്റിംഗ് ഫോർ എ ലോങ് പീരീഡ്. ഒരു കുറേ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോസസ്സിനെ പറയുന്ന, ആ ചാർജിങ്ങിനെ പറയുന്ന പേരാണ് ട്രിക്കിൾ ചാർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ 2 to 5% അല്ലെങ്കിൽ 2 to 3% റേറ്റ്, വളരെ ചെറിയ റേറ്റിൽ നമ്മൾ ആ ബാറ്ററി ചാർജ് ചെയ്യാണ് ഫോർ എ ലോങ് പീരീഡ്. ദാറ്റ് ഈസ് കോൾഡ് ട്രിക്കിൾ ചാർജിങ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. റൈറ്റ്, അതാണ് ആ ക്വസ്റ്റ്യന്. ഇനി 70, 71, 72 എല്ലാം മെക്കാനിക്കലാണ്. 75. ദ ടൈപ്പ് ഓഫ് കോയിൽ വൈൻഡിങ് യൂസ്ഡ് ഇൻ ആർമേച്ചർ ഓഫ് എ ജനറേറ്റർ ആർ. ഒരു ജനറേറ്ററിൻ്റെ ആർമേച്ചറിൽ യൂസ് ചെയ്യുന്ന വൈൻഡിങ് എന്ന് പറയുന്നത്, നമുക്ക് ജനറേറ്ററിൻ്റെ ആർമേച്ചറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വൈൻഡിങ് ആണുള്ളത്. ഒന്ന് ലാപ്പ് വൈൻഡിങ്ങും രണ്ടാമത്തെ വേവ് വൈൻഡിങ്ങും. ലാപ്പ് വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ലാപ്പായിട്ട് പോകുന്ന വൈൻഡിങ് ആണ് ലാപ്പ് വൈൻഡിങ്. വേവ് വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വേവായിട്ട് പോകുന്ന വൈൻഡിങ് ആണ് വേവ് വൈൻഡിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിൻ്റെ ടോപ്പിക് വീഡിയോയിലേക്ക് നോക്കുക. അപ്പോൾ ലാപ്പ് വൈൻഡിങ്ങും വേവ് വൈൻഡിങ്ങും എന്ന് പറയുമ്പോൾ, ലാപ്പ് വൈൻഡിങ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ലോ വോൾട്ടേജ് ഹൈ കറണ്ട് ആപ്ലിക്കേഷനാണ്. നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? ലാപ്പ് വൈൻഡിങ്ങിന് യൂസ് ചെയ്യുന്നത്. വേവ് വൈൻഡിങ്ങിന് യൂസ് ചെയ്യുന്നത് ഹൈ വോൾട്ടേജ് ലോ കറണ്ട് ആപ്ലിക്കേഷൻസിനാണ് ആരെ യൂസ് ചെയ്യുന്നത്? വേവ് വൈൻഡിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഇതാണ് 2 ലാപ്പ് വൈൻഡിങ്ങിനെയും വേവ് വൈൻഡിങ്ങിനെയും ആപ്ലിക്കേഷൻ. അപ്പോൾ ടൈപ്സ് ഓഫ് കോയിൽ വൈൻഡിങ് യൂസ്ഡ് ഇൻ ആർമേച്ചർ ഓഫ് ജനറേറ്റർ എന്നാണ് ചോദിച്ചത്. ജനറലി ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ലാപ്പ് വൈൻഡിങ്ങും ചെയ്യും വേവ് വൈൻഡിങ്ങും ചെയ്യും. ലോ വോൾട്ടേജ് ഹൈ കറണ്ട് മെഷീൻസിലാണെങ്കിൽ അത് ലാപ്പ് വൈൻഡിങ്ങും, ഹൈ വോൾട്ടേജ് ലോ കറണ്ട് മെഷീൻസിലാണെങ്കിൽ അത് വേവ് വൈൻഡിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഓപ്ഷനിലേക്ക് നോക്കുക, സ്റ്റാർ ആൻഡ് ലാപ്പ് വൈൻഡിങ്. ഇപ്പോൾ സ്റ്റാറിന് എന്താണ്? സ്റ്റാറും ഡെൽറ്റയും എന്ന് പറയുന്നത് ഒരു 3 phase AC സപ്ലൈയിലുള്ള 2 കണക്ഷൻ കോൺഫിഗറേഷനാണ് സ്റ്റാറും ഡെൽറ്റയും എന്ന് പറയുന്നത്. അത് നമുക്ക് ഏത് വേണമെങ്കിലാവാം, ഒന്നുകിൽ ഏത് വേണമെങ്കിലാവാം സ്റ്റാറും ഡെൽറ്റയും. അത് നമ്മളുടെ നോർമലി ഉള്ള 3 phase കണക്ഷൻ ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ആർമേച്ചർ വൈൻഡിങ് ആണ്. അത് വേവ് വൈൻഡിങ്ങും ലാപ്പ് വൈൻഡിങ് ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. Then 76. The output voltage of an alternator not depends on. Output voltage of an alternator not depends on. First option rotor speed-നെ ഡിപ്പെൻഡ് ചെയ്യും. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സ്റ്റാർട്ടർ വൈൻഡിങ് ഡിപ്പെൻഡ് ചെയ്യും. ഫീൽഡ് കറണ്ട് ഡിപ്പെൻഡ് ചെയ്യും. കറണ്ട് റെഗുലേറ്റർ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. Then 77. In an electromagnet starter motor, the armature winding are made up of. Armature winding ഒരു നോർമലി നമ്മുടെ മോട്ടറിനകത്തുള്ള സ്റ്റാർട്ടർ വൈൻഡിങ് എന്ന് പറയുന്നത് ഹെവി വയർ കൊണ്ടുള്ള ഹെവി വയറായിട്ടുള്ള വെരി തിക്കായിട്ടുള്ള വയർ കൊണ്ടുള്ള മെനി ലൂപ്സ് ആയിരിക്കും, അല്ലെങ്കിൽ മെനി വൈൻഡിങ്സ് ആയിരിക്കും. ഒരുപാട് വൈൻഡിങ്ങും ഉള്ള തിക്ക് വയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആർമേച്ചർ വൈൻഡിങ് ഉണ്ടാക്കുന്നത്. ഒരു മെഷീൻസിൻ്റെ ആർമേച്ചർ വൈൻഡിങ് പ്രിപ്പയർ ചെയ്യുന്നത്. മെനി ലൂപ്സ് ഓഫ് ഹെവി വയർ. റെഡി? ഈ പറഞ്ഞ സാധനം, ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിമി ടെക്സ്റ്റിലെ DC ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷനകത്ത് അതിനകത്ത് ആർമേച്ചർ വൈൻഡിങ് പറഞ്ഞപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞ ഒരു ലൈനാണത്. ഇൻ എ DC generator, in a DC motor, in a motor, armature windings have many number of turns with thick wire എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. അവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നത് ഇവരിട്ടത്. അപ്പം നിമിക്ക് അത്രയും പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഈ ചോദ്യത്തിന് എല്ലാത്തിൻ്റെയും ഉത്തരവും നിമി തന്നെ എടുത്തതാണ്, പുറത്തുനിന്നൊന്നുമല്ല. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോഴും പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇറ്റ്സ് പ്യുവർലി ബേസ്ഡ് ഓൺ നിമി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ, എങ്കിൽ കൂടെ ക്വസ്റ്റ്യൻസ് എല്ലാം കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻസും കുറച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യന് പുതിയ പാറ്റേണുള്ള ക്വസ്റ്റ്യനുമാണ്, അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസുമാണ്. പറഞ്ഞ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ കമൻറ്റ് ആൻഡ് കോൺടാക്ട് മീ. താങ്ക് യു.